കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം സങ്കീർത്തന പുസ്തകം 68 അധ്യായത്തിന്റെ 18-19 വചനഭാഗം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ കേൾക്കുകയില്ലായിരുന്നു, എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. സങ്കീർത്തനഗായകനായ ദാവീദ് ദൈവസന്നിധിയിൽ തൻ്റെ തുറന്ന ഹൃദയത്തോടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. മറുപടി ലഭിക്കുന്ന ഒരു പ്രാർത്ഥന. ചിലപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ചില മറുപടി കിട്ടാതെ വരികയല്ലേ? അതിൻ്റെ കാര്യമാണ് സങ്കീർത്തകനായ ദാവീദ് 68-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുന്നത്? യഹോവ കേൾക്കുകയില്ലായിരുന്നു. പ്രാർത്ഥന കേൾക്കാത്തതിന്റെ കാരണം എന്നാ? ഹൃദയത്തിൽ അകൃത്യമുള്ളത് കൊണ്ടാ, പാപമുള്ളത് കൊണ്ടാ, തിന്മയുള്ളത് കൊണ്ടാ, കുറവുള്ളത് കൊണ്ടാ. ഇപ്പം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഒന്ന് അനുദപിച്ചേ. ആ ഹൃദയത്തിന്റെ ഭാരങ്ങളൊക്കെ ഒന്ന് വിട്ടുകളഞ്ഞേ. കർത്താവിനോടൊന്ന് പറഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ. അപ്പോൾ മറുപടി കിട്ടാൻ തുടങ്ങുന്നേ. മറുപടി തരുന്നൊരു കർത്താവാ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതാ. നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. നിന്റെ ബുദ്ധിക്ക് അതീതമായതും മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരുമെന്ന് വേറെ ആരുമല്ല പറഞ്ഞത്, യേശുവാ പറഞ്ഞത്. യേശുവാ പറഞ്ഞത്, ഉത്തരം തരുന്ന കർത്താവാ പറഞ്ഞത്. അതുകൊണ്ടാ പറഞ്ഞത്, ഹൃദയത്തിൽ അകൃത്യം കരുതിയാൽ ഒരിക്കലും ഉത്തരം കിട്ടത്തില്ല. എത്ര വർഷം വേണമെങ്കിലും പ്രാർത്ഥിക്കാം, എത്ര മുറിവിടുത്തി പ്രാർത്ഥിക്കാം. ബാലിന്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചില്ലേ? ഏലിയാവ് പറഞ്ഞപ്പോ അവരെങ്ങനെ പ്രാർത്ഥിച്ചത്? അവർ ശരീരം മുറിപ്പെടുത്തി നിലവിളിച്ചുകൊണ്ട്. അന്നേരം ഏലിയാവ് എന്നാ പറഞ്ഞത്? ബാല് ദീവാസ്വപ്നം കാണുമായിരിക്കും, യാത്ര പോയതായിരിക്കും, ഉറങ്ങുമായിരിക്കും, ഉണർത്ത്, ഉച്ചത്തിൽ വിളിക്ക് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചില്ലേ? അവർ വിളിച്ചു, ശരീരം മുറിപ്പെടുത്തി. എന്തെങ്കിലും കിട്ടിയോ? കിട്ടിയില്ല. കാരണം അവിടെ ഹൃദയത്തിൽ അകൃത്യമാണ്. കർത്താവിനെ അറിയില്ല. കർത്താവിനെ അറിഞ്ഞ് ഹൃദയം തുറന്ന് പാപങ്ങളെല്ലാം ഒന്ന് ഇറക്കി വെച്ചൊന്ന് വിളിച്ചാൽ മതി, ഉത്തരം തരും, മറുപടി തരും. ഇതുവരെയും ഉത്തരം കിട്ടാത്തൊരു പ്രാർത്ഥനയില്ല പ്രിയമുള്ളവരെ. ഉത്തരം കിട്ടാത്തതിന്റെ ഒരേ ഒരു കാരണം നമ്മുടെ ഹൃദയശുദ്ധി ഇല്ലാത്തതാണ്. മറുപടി ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദാവീദ് പ്രാർത്ഥിച്ചതെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കും മറുപടി തരുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ നിന്നോട് സംസാരിക്കുന്ന ദൈവമാണ്. നീ ചോദിക്കുന്ന കാര്യമെല്ലാം തരും. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് വരട്ടെ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന വചനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ അനുഭവിക്കും ഈ വചനം കേൾക്കുമ്പോൾ. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം തരുന്ന കർത്താവ് എന്നെ എപ്പോഴും അനുഗ്രഹിച്ച് എൻ്റെ കൂടെ നടക്കും. മക്കളെ കുറിച്ചുള്ള കാര്യങ്ങളാകട്ടെ, കുടുംബത്തെ കുറിച്ചാകട്ടെ, ഭർത്താവിനെ കുറിച്ചാകട്ടെ, നമ്മുടെ ഏതവസ്ഥയാകട്ടെ, കർത്താവ് ഉത്തരം തന്ന് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.